മനുഷ്യനും തമ്മിലുള്ള ആഭ്യന്തരമായ ബന്ധം ചരിത്രാതീത കാലം മുതൽ തുടങ്ങിയതാണ്. കാടുകളിൽ വസിച്ചും കാട്ടുപഴങ്ങൾ ഭക്ഷിച്ചും കാട്ടരുവികളുടെ ശുദ്ധജലം കുടിച്ചും ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആദിമ മനുഷ്യൻ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു പോന്നു. എന്നാൽ ആധുനിക കാലത്ത് ലക്കും ലഗാനുമില്ലാതെ വികസന സ്വപ്നങ്ങളുടെ പിന്നാലെ മനുഷ്യൻ പായാൻ തുടങ്ങിയത് മുതൽ പ്രകൃതി ചൂഷണവും പ്രകൃതി നശീകരണവും ഏറിവരികയാണ്. പ്രകൃതി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആഗോളതാപനം, വായുമലിനീകരണം, ജലമലിനീകരണം ഇവയൊക്കെയാണ്. ഇതിനൊക്കെ ഒരു പരിധിവരെ കാരണക്കാരൻ മനുഷ്യനാണ്. നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്തിയും കുന്നുകൾ ഇടിച്ചു നിരത്തിയും കോൺക്രീറ്റ് സൗധങ്ങൾ കെട്ടിപ്പോക്കുന്ന മനുഷ്യൻ ഒന്നന്തിവരണമെങ്കിലും AC ആശ്രയിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും അപ്രത്യക്ഷമാവുകയും വനനശീകരണം വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്തതോടെ പ്രകൃതി മാറ്റത്തിന് വിധേയമായി. കാലം തെറ്റിയെത്തുന്ന മഴയും ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ഒരു തുടർക്കഥയായി. പ്രകൃതി നാശം മനുഷ്യവർഗത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും മനുഷ്യൻ ഇപ്പോഴും പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നൊരു കവി ഹൃദയം പാടിയതുപോലെ അർത്ഥവത്തായ ഒട്ടനവധി ചോദ്യങ്ങളാണ് നമുക്ക് ചുറ്റും ഇപ്പോഴും പരന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.